Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലോഞ്ച് എഫ്എക്സം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫോറക്സ് ബ്രോക്കറേജ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞ് നമ്മൾ കാണാൻ പോവാണ്. സോ ലോഞ്ച് എഫ്എക്സം ഞങ്ങളൊരു ടെക്നോളജി പ്രൊവൈഡറാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഫോറക്സ് ബ്രോക്കറേജ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള A to Z സർവീസസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ലൈക്ക് ഗ്രേ ലേബിൾ, വൈറ്റ് ലേബിൾ, CRM, വെബ്സൈറ്റ്, ട്രേഡേഴ്സ് റൂം, പിന്നെ ഹോസ്റ്റിംഗ്, ഡൊമൈൻ, ബാക്കിയുള്ള എല്ലാ സർവീസസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാമേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫോറക്സ് ബ്രോക്കറേജ് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ്, എന്തൊക്കെ പ്രൊസീജിയറാണ്, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ലോഞ്ച് എഫ്എക്സം ഞങ്ങൾ വന്നിട്ട് ഒരു പ്രൈം ബ്രോക്കറാണ്. സോ ഞങ്ങൾ ഗ്രേ ലേബിൾ, വൈറ്റ് ലേബിൾ സർവീസസ് ഞങ്ങൾ ഓഫർ ചെയ്യും. സോ ഇൻ കേസ് നിങ്ങൾ പ്രൈം ബ്രോക്കർ ആവണം പറഞ്ഞാൽ അതിനുള്ള സർവീസും ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ കാണാൻ നമുക്ക് ഈ വീഡിയോ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു. സോ ഒരു ഫോറക്സ് ബ്രോക്കറേജ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഈ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ആവുക അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്ത് കാരണമാണ് നിങ്ങൾ ലോഞ്ച് എഫ്എക്സമിനെ ചൂസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഫോറക്സ് ബ്രോക്കറേജ് ബിസിനസ് നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യുക. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ആദ്യം റിക്വയർമെൻറ്റ്സ്. സോ നിങ്ങൾക്ക് ഒരു ഫോറക്സ് ബ്രോക്കറേജ് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞാൽ എന്തൊക്കെയാണ് മെയിൻ റിക്വയർമെൻറ്റ്. സോ മെയിൻ റിക്വയർമെൻറ്റ് എന്താ നോക്കി പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ആണ് ഇമ്പോർട്ടൻറ്റ് ടൂൾ. സോ ഞങ്ങൾ വന്നിട്ട് മെറ്റാഡേറ്റർ 5 ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മെറ്റാഡേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കാം. മാർക്കറ്റിൽ മെറ്റാഡേറ്റർ ആണ് ഗ്ലോബലി എല്ലാവരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. എല്ലാ മോസ്റ്റ് ഓഫ് ദ ബ്രോക്കേഴ്സ് നോക്കി പറഞ്ഞാൽ എത്ര വലിയ ബ്രോക്കേഴ്സ് ആയാലും അവർ മെറ്റാഡേറ്റർ ആണ് യൂസ് ചെയ്യുക. ഇത് വന്നിട്ട് ഒരു യൂണിവേഴ്സൽ പ്ലാറ്റ്ഫോം ആണ്. സോ ഞങ്ങൾ വന്നിട്ട് മെറ്റാഡേറ്റർ 5 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റാഡേറ്റർ 5 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് മെറ്റാഡേറ്റർ. സോ അതേമാതിരി ഞങ്ങൾ വൈറ്റ് ലേബിൾ സർവീസ് ഓഫർ ചെയ്യും. പിന്നെ മെറ്റാഡേറ്റർ വന്നിട്ട് ഭയങ്കര സെക്യൂരിറ്റി ആൻഡ് സ്കാലബിൾ ഉള്ള സിസ്റ്റമാണ്. അതേമാതിരി ഇതൊരു ഹൈ പെർഫോമൻസ് പ്ലാറ്റ്ഫോം ആണ്. സോ റിസ്ക് മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. അതേമാതിരി ഇൻറ്റഗ്രേഷൻ ആൻഡ് ബാക്ക് ഓഫീസ് സൊല്യൂഷൻസ് ലൈക്ക് CRM, ഹോസ്റ്റിംഗ്, ഡൊമൈൻ ഇതെല്ലാമേ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിൻ റിക്വയർമെൻറ്റ്സ് ഒരു ഫോറക്സ് ബ്രോക്കറേജ് റൺ ചെയ്യാം. സോ ഇതാണ് മെറ്റാഡേറ്റർ ആർക്കിടെക്ചർ. സോ നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഫോളോ ആവുക. സോ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ ആദ്യം മെയിൻ സെർവർ, ആക്സസ് സെർവർ, ട്രേഡർ സെർവർ, ബാക്കപ്പ് സെർവർ, പിന്നെ ഹിസ്റ്ററി സെർവർ. സോ ഇതെല്ലാം തനി സെർവറേ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ഇതെല്ലാം ഒരേ സെർവറിൽ വേണം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. സോ നിങ്ങളുടെ ക്ലയൻറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാണും പറഞ്ഞാൽ ട്രേഡിംഗ് ടെർമിനൽ, മൊബൈൽ ടെർമിനൽ, പിന്നെ വെബ് ടെർമിനൽ. ഇത് 3 ക്ലയൻറ്റ് സൈഡിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ തിങ്സ്. സോ ഒരു ക്ലയൻറ്റ് ട്രേഡ് എടുത്തു പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് വരും ത്രൂ സെർവറിൽ. അതിന് ഞങ്ങൾക്ക് പാസ് ചെയ്യും. ഞങ്ങൾ വന്നിട്ട് LPന് പാസ് ചെയ്യും. LP ആരാ പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. സോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് കൂടെ മാത്രമേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഇല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആരാ പറഞ്ഞാൽ ഇവർ വന്നിട്ട് ബിഗ് ബാങ്ക്സ്, പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവർക്ക് വന്നിട്ട് ഗ്ലോബൽ എക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ അളവിന് ഇവർക്ക് പവർ ഉണ്ട്. അതേമാതിരി ഇവർ വലിയ ബിഗ് കമ്പനീസാണ്. ഇവർ അതേമാതിരി കുറേ വർഷം ഇൻഡസ്ട്രിയിലുണ്ട്. ഇവർ വന്നിട്ട് ഗവൺമെൻറ് അപ്രൂവൽ അണ്ടറിൽ റൺ ചെയ്യാണ് ഈ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. സോ ഫോർ എക്സാമ്പിൾ ആരൊക്കെയാണ് പറഞ്ഞാൽ സാക്സോ ബാങ്ക്, BNP പരീബാസ്, പിന്നെ HSBC ഇവരൊക്കെയാണ് വലിയ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. സോ അതേമാതിരി നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ 3 ഇൻകം വരും. എന്തൊക്കെയാണ് പറഞ്ഞാൽ സ്പ്രെഡ്, സ്വാപ്പ്, പിന്നെ കമ്മീഷൻ. സ്പ്രെഡ് പറഞ്ഞത് ബിഡിനും ആസ്കിനും ഉള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ്. സോ LPന് നിങ്ങൾക്ക് ഒരു സ്പ്രെഡ് കിട്ടും. അതുപോകെ നിങ്ങൾക്ക് വന്നിട്ട് മാർക്കപ്പ് വയ്ക്കാം എത്ര സ്പ്രെഡ് വേണ്ടെന്ന് പറയും. നെക്സ്റ്റ് വന്നിട്ട് സ്വാപ്പ് പറഞ്ഞത് വന്നിട്ട് ഓവർനൈറ്റ് ചാർജസ്. സോ നിങ്ങൾ LPന് അക്കൗണ്ട് എടുക്കുമ്പോൾ ഏതൊരു സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് എടുക്കുക അല്ലെങ്കിൽ സ്വാപ്പ് ഇല്ല അക്കൗണ്ട് എടുക്കുക. അതുപോകെ നിങ്ങൾക്ക് വന്നിട്ട് മാർക്കപ്പ് വയ്ക്കുക എത്ര സ്വാപ്പ് വേണ്ട പറഞ്ഞ്. നെക്സ്റ്റ് വന്നിട്ട് ലോട്ട് സൈസ് കമ്മീഷൻ. സോ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര വേണ്ട ഈച്ച് ലോട്ടിന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. സോ ഇത് 3 നിങ്ങൾക്ക് ഈ ബിസിനസ്സിൻ്റെ മെയിൻ റവന്യൂ സ്ട്രീം. സോ ഇപ്പോൾ ഒരു ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ആവുക പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് ട്രേഡ് എടുക്കണം പറഞ്ഞാൽ ആ ട്രേഡ് ആദ്യം നിങ്ങൾക്ക് വരും ത്രൂ സെർവറിൽ. അതിന് നിങ്ങൾക്ക് പാസ് ചെയ്യും. നിങ്ങൾ വന്നിട്ട് LPന് പാസ് ചെയ്യും. സോ നിങ്ങൾ വന്നിട്ട് എത്ര സ്പ്രെഡ് വെക്കണം, എത്ര സ്വാപ്പ് വെക്കണം, എത്ര കമ്മീഷൻ വെക്കണം, ഇതെല്ലാ ഡീറ്റെയിൽസ് വന്നിട്ട് LPന് അറിയില്ല. സോ ഈ ഡീറ്റെയിൽസ് എല്ലാമേ വന്നിട്ട് നിങ്ങൾക്ക് വെക്കുന്ന സ്പ്രെഡ്, സ്വാപ്പ് എല്ലാമേ വന്നിട്ട് നിങ്ങൾക്കും ക്ലയൻറ്റിനും ഇല്ല ഡീലിംഗ് ആണ്. സോ നിങ്ങൾ എത്ര സ്പ്രെഡ് വെക്കണം, സ്വാപ്പ് വെക്കണം, ആ ഡീറ്റെയിൽസ് എല്ലാം LPന് അറിയില്ല. സോ ഇങ്ങനെയാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവുക.
സോ എന്ത് കാരണമാണ് നിങ്ങൾ ലോഞ്ച് എഫ്എക്സ്എമ്മിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ലോഞ്ച് എഫ്എക്സ്എം ഞങ്ങൾ വന്നിട്ട് ഒരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ ടെക്നോളജി ഫേമാണ്. ഞങ്ങൾ വന്നിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് ഞങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ എല്ലാ ഡീലിങ്സും ചെയ്യുക. അതേമാതിരി ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യും. ഒരു ഫോറക്സ് ബിസിനസ് റൺ ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് എന്തൊക്കെ സിസ്റ്റംസാണ് വേണ്ട അത് എല്ലാമേ ഞങ്ങൾ നിങ്ങൾക്ക് A to Z ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേമാതിരി ഞങ്ങൾ മോർ ദാൻ 40 പ്രോജക്ട്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ. അതേമാതിരി ഞങ്ങൾക്ക് വന്നിട്ട് ബെസ്റ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡർ ആൻഡ് ബെസ്റ്റ് ടെക്നോളജി പാർട്ട്ണർ അവാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഓൾ ഓവർ ഗ്ലോബലിൽ ഞങ്ങൾക്ക് പ്രസൻസ് ഉണ്ട്. അതേമാതിരി ഞങ്ങൾ കുറേ പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വൺസ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ലോഞ്ച് എഫ്എക്സ്എമ്മിൽ ഞങ്ങൾ എന്താ പ്രോസസ്സ് ഫോളോ ചെയ്യുക പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം നിങ്ങളൊരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യം ഞങ്ങൾ വെബ്സൈറ്റ് വർക്കും പിന്നെ ഇൻകോർപ്പറേഷൻ വർക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ വെബ്സൈറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണ്ട പറഞ്ഞാൽ അതിന് തകുന്ന മാതിരി നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തരും. അതേമാതിരി ഇൻകോർപ്പറേഷൻ വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെറ്റാഡേറ്ററിൽ നിങ്ങൾക്ക് സെർവർ വേണം പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ ഇല്ലാണ്ട് മെറ്റാഡേറ്റർ തരയില്ല. സോ ഇൻകോർപ്പറേഷൻ വന്നിട്ട് വളരെ മാൻഡേറ്ററി ആണ്. സോ ഞങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എവിടെ ഇൻകോർപ്പറേഷൻ വേണ്ട പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ചെയ്തു തരും. അതല്ലാണ്ട് ഞങ്ങൾ വന്നിട്ട് സജഷൻ ചെയ്യും. ഞങ്ങൾ ബേസ്ഡ് അപ്പോൺ ഞങ്ങളുടെ റിസ്ക് ഫാക്ടർ അതേമാതിരി ഗവൺമെൻറ് റെഗുലേഷൻസ് ഇതെല്ലാമേ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് സജഷൻസ് തരാം. സോ വൺസ് നിങ്ങൾ ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സോ ബാങ്ക് അക്കൗണ്ടും സൈമൾട്ടേനിയസ്ലി വൈറ്റ് ലെബൽ സെറ്റപ്പ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റും പിന്നെ CRM നമ്മൾ ഇൻറ്റഗ്രേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ വൺസ് ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വന്നിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേഷൻ സെറ്റപ്പ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാമേ ഞങ്ങൾ ടെസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഫൈനൽ പ്രോജക്റ്റായി നമ്മൾ ഡെലിവറി ചെയ്യും. സോ ഇതാണ് ലോഞ്ച് എഫ്എക്സ്എമ്മിൻ്റെ ഫ്ലോ ചാർട്ട്. സോ ഈ എൻറ്റയർ പ്രോസസ്സ് ചെയ്യാൻ അറൗണ്ട് 50 to 60 days അപ്രോക്സിമേറ്റ്ലി ടൈം ആവും. അത് വന്നിട്ട് ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ ടൈം ഡ്യൂറേഷൻ വേരി ചെയ്യും. സോ ഇതുമാതിരി ഒരു വെബ്സൈറ്റ് നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് വെബ്സൈറ്റ് എങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ അതിനേറ്റ മാതിരി നമ്മൾ ചെയ്ത് തരാം. സോ എന്തൊക്കെയാണ് കണ്ടൻറ്റാണ് വേണ്ട എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണ് വേണ്ട വെബ്സൈറ്റിൽ സോ ഇതെല്ലാമേ ഞങ്ങൾ ചെയ്തു തരും. അതേമാതിരി ഞങ്ങൾ ബ്രാൻഡിങ്ങും ചെയ്തു തരും നിങ്ങളുടെ വെബ്സൈറ്റിന്. സോ ഇതാണ് CRM. സോ CRM പറഞ്ഞത് ബാക്ക് ഓഫീസ്. സോ ഇതാണ് ലോഞ്ച് എഫ്എക്സ്എമ്മിൻ്റെ CRM. സോ CRMൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാമേ കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് എങ്ങനെ റൺ ആവണം അത് എല്ലാമേ നിങ്ങൾക്ക് വന്നിട്ട് CRM കൂടെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. സോ ലൈക്ക് എത്ര രജിസ്റ്റേർഡ് യൂസേഴ്സാണ്, എത്ര IBസാ, എത്ര ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഇതെല്ലാമേ നിങ്ങൾക്ക് നോക്കാം. അതേമാതിരി നമ്മളുടെ CRM ഭയങ്കര സെക്യൂർഡാണ്. സോ ലാസ്റ്റ് ആരോ ലോഗിൻ ചെയ്ത് ആ ഡീറ്റെയിൽസ് കൂടി അതിൻ്റെ IP കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാം. സോ അതേമാതിരി നിങ്ങൾക്ക് ഇവിടെ എത്ര യൂസേഴ്സാ, IBസാ, അതേമാതിരി എത്ര ട്രാൻസാക്ഷൻസാണ് നടന്നത്, അതേമാതിരി ഇവിടെ എത്ര ലൈവ് ഡെമോ അക്കൗണ്ട്സാ, എത്ര യൂസേഴ്സാ നോൺ യൂസേഴ്സാ സോ ഇതെല്ലാമേ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേമാതിരി നിങ്ങൾക്ക് ഒരു ഫോറക്സ് ബിസിനസ്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണ് വേണ്ട അത് എല്ലാ ഫീച്ചേഴ്സും ഞങ്ങളുടെ CRMൽ ഉണ്ട്. സോ ഞങ്ങളുടെ അടുത്ത് 3 വേർഷൻസ് ഓഫ് CRM ഉണ്ട്. ഒന്ന് ബേസിക്, അഡ്വാൻസ് പിന്നെ പ്രോ. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഏതാ അതിനേറ്റ മാതിരി നിങ്ങൾക്ക് CRM ചൂസ് ചെയ്യാം. സോ ലോഞ്ച് എഫ്എക്സ്എമ്മിൽ നമ്മൾ എന്തൊക്കെ സർവീസസാണ് ഞങ്ങൾ ഓഫർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആദ്യം വന്നിട്ട് ലീഗൽ ലൈസൻസ്. സോ ലീഗൽ ലൈസൻസ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞ മാതിരി. സോ ലൈസൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വന്നിട്ട് മെറ്റാഡേറ്ററിൽ സെർവർ കിട്ടില്ല. സോ നിങ്ങൾക്ക് എവിടെ വേണ്ട ലൈസൻസ് പറഞ്ഞാൽ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. റിസ്ക് ഫാക്ടർ അതേമാതിരി ഗവൺമെൻറ് റെഗുലേഷൻസ് എല്ലാമേ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുക. പിന്നെ ബാങ്ക് അക്കൗണ്ട്. സോ നിങ്ങൾ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ ഒരു ഓഫ് ഷോർ ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ ഒരു ഫോറക്സ് വെബ്സൈറ്റ്. സോ നിങ്ങൾക്ക് എങ്ങനെ വെബ്സൈറ്റ് വേണ്ട അതിനേറ്റ മാതിരി ഞങ്ങളൊരു വെബ്സൈറ്റ് റെഡിയാക്കി തരും. പിന്നെ CRM, പിന്നെ MT5 ഗ്രേ ലേബിൾ വൈറ്റ് ലേബിൾ സെറ്റപ്പ്, പിന്നെ ലിക്വിഡിറ്റി പ്രൊവൈഡർ ബ്രിഡ്ജ് കണക്ഷൻ, പിന്നെ എല്ലാ ട്രേഡിംഗ് ടൂൾസ് ലൈക്ക് കോപ്പി ട്രേഡിംഗ്, PAM, ബോണസ്, ഡെമോ കോൺടെസ്റ്റ്, സ്റ്റോപ്പ് ഔട്ട്, സ്റ്റോപ്പ് റിസ്ക്, പ്രോഫിറ്റ് ബോണസ്, ഡൈനാമിക് ലിവറേജ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൂൾ വണ്ണുണ്ട് പുതിയതായിട്ട് മാർക്കറ്റിൽ അല്ല എനിക്ക് ഒരു പർട്ടിക്കുലർ ടൂൾ വേണം പറഞ്ഞാൽ അതുകൂടി നമ്മൾ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് തരാം. പിന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേഷൻ, പിന്നെ എല്ലാ പ്ലഗിൻസ്, പിന്നെ APIs, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ലൈക്ക് SEO, SEM. സോ ഇതെല്ലാ സർവീസസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് റിക്വയർഡ് പറഞ്ഞാൽ നമുക്ക് കാണാം. സോ ആദ്യം വന്നിട്ട് ഇതിൻ്റെ ഓണറിൻ്റെ പാസ്പോർട്ട് കോപ്പി വേണം. ഈ ബിസിനസ് റൺ ചെയ്യുന്ന ഓണറിൻ്റെ പാസ്പോർട്ട് കോപ്പി വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ലാസ്റ്റ് 3 months. പിന്നെ അഡ്രസ് പ്രൂഫ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID അങ്ങനെ എന്തെങ്കിലും. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ പറഞ്ഞാൽ ആ കൺട്രിയിലത്തെ അഡ്രസ് പ്രൂഫ് വേണം. പിന്നെ നിങ്ങൾ ഈ ബിസിനസ് പാർട്ട്ണർ കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എല്ലാ പ്രൂഫും വേണം.
പിന്നെ ഈ കമ്പനീൻ്റെ രജിസ്റ്റേർഡ് കമ്പനി ഡീറ്റെയിൽസ് വേണം, അതേമാതിരി കമ്പനി ഷെയർ ഹോൾഡർ ഡീറ്റെയിൽസ് ഇതും വേണം. സോ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ഈ ഫോറക്സ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ബിസിനസ് റൺ ചെയ്യാന്ന് പറഞ്ഞ്. സോ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് 2 ways ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് വന്നിട്ട് എ ബുക്ക് അല്ലെങ്കിൽ ഇന്നൊന്ന് ബി ബുക്ക്. സോ എ ബുക്ക് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ട്രേഡ്സ് എല്ലാമേ വന്നിട്ട് നിങ്ങൾ LPന്ന് പാസ് ചെയ്യും. അതായത് നിങ്ങളുടെ ക്ലയൻസിൻ്റെ ട്രേഡ്സ് എല്ലാമേ വന്നിട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡർ കൂടെയാണ് എക്സിക്യൂട്ട് ആവുക. ഇതിനെ വന്നിട്ട് എ ബുക്ക് എന്ന് പറയും. ഇതിന് വന്നിട്ട് സ്ട്രേറ്റ് ത്രൂ പ്രോസസ്സിംഗ് എന്ന് പറയും. ഇതേ ബി ബുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ട്രേഡ്സ് എല്ലാമേ വന്നിട്ട് നിങ്ങളെടുത്താൽ ഉണ്ടാവുക, നിങ്ങൾ LPന്ന് പാസ് ചെയ്യില്ല. സോ ക്ലയൻസിന് വന്നിട്ട് ഡേറ്റ ഫീഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിനെയാണ് ഡീലിംഗ് ഡെസ്ക് എന്ന് പറയാം. സോ ഈ 2 മെത്തേഡ് ഓപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് മോഡൽ വേണം പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി ബുക്ക് ബോത്ത് ടുഗദറായിട്ട് കൂടി നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ABC പറഞ്ഞ ഒരു ഫോറക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ CRM, പിന്നെ നിങ്ങളുടെ സെർവർ നെയിം എല്ലാമേ നിങ്ങളുടെ ഓൺ ബ്രാൻഡിലാണ് ഉണ്ടാവുക, ഈ വൈറ്റ് ലേബിൾ. സോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാ വേണ്ട പറഞ്ഞാൽ അതിന് ഏற்ற മാതിരി നമുക്ക് ചെയ്യാം. ലൈക്ക് അക്കൗണ്ട്സിൽ വന്നിട്ട് എത്ര അക്കൗണ്ട്സാണ് വേണ്ടത്, ECN ആണോ, പ്രോ ആണോ, VIP ആണോ, അല്ല എന്ത് മാതിരി അക്കൗണ്ട്സാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഐഡിയ ഉണ്ട് എൻ്റെ ബിസിനസ് എനിക്ക് ഇതുമാതിരി ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതുമാതിരി IB കമ്മീഷൻസ് എനിക്ക് സെറ്റ് ചെയ്യണം, അങ്ങനെ നിങ്ങളുടെ എന്താ റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ അതിനേற்ற മാതിരി ഞങ്ങൾ എല്ലാമേ ഫുൾഫിൽ ചെയ്യും. സോ അതേമാതിരി ഈ ബിസിനസ്സിൽ എല്ലാ ബാക്ക് ആൻഡ് മെയിൻ്റനൻസ് വർക്കും നമ്മൾ ചെയ്യും. സോ നിങ്ങൾ വന്നിട്ട് മെയിനായി നിങ്ങൾ സ്റ്റാഫും പിന്നെ നിങ്ങളുടെ ഓഫീസ് എക്സ്പെൻസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ബാക്കി എല്ലാ ബാക്ക് ആൻഡ് മെയിൻ്റനൻസ് വർക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാമേ ഫുൾഫിൽ ചെയ്യും. സോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് 60% ഓഫ് അപ്പ് ഫ്രണ്ട് ഫീ നിങ്ങൾ പേ ചെയ്താൽ മതി. ഞങ്ങൾ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും. വൺസ് നമ്മൾ വെബ്സൈറ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെസ്റ്റ് ഓഫ് ദ മണി പേ ചെയ്താൽ മതി. സോ അതേമാതിരി ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ആക്ച്വലി ഡിപ്പെൻഡ് ആവും. നിങ്ങളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ച മാതിരിയാണ് ഈ സെറ്റപ്പിൻ്റെ എൻറ്റയർ പ്രൈസിങ് ഡിപ്പെൻഡ് ആവുക. സോ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് വേണം, എനിക്ക് പ്രൈസിങ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഡെമോ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് മോർ അറിഞ്ഞിരിക്കണം പറഞ്ഞാൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യൂ. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫോറക്സ് സെറ്റപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ ഈ ബിസിനസ് റൺ ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ് ഈ പ്രോസസ്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഈ ബിസിനസ്സിൽ എന്ന് പറഞ്ഞ്. സോ താങ്ക് യു ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.